നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും SCERT പാഠപുസ്തകത്തിലെ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, എന്നാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. മനുഷ്യൻ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വസ്തുക്കളില്ലേ, ആ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ശിലായുഗം, ലോഹയുഗം, അങ്ങനെയൊക്കെ നമുക്കറിയാം. ആദ്യകാലങ്ങളിൽ എന്താണ്, മനുഷ്യൻ എങ്ങനെയാണ് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവൻ്റെ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, കമ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അത് കൂർത്ത കല്ലുകളും കമ്പുകളും ഒക്കെ ആയി മാറാൻ തുടങ്ങി. പിന്നെ ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ചരിത്രം നമുക്കറിയാം. അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ശിലായുഗം തന്നെ എങ്ങനെയാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ലോഹയുഗത്തിലേക്ക് വരുമ്പോൾ വെങ്കലയുഗം, ഇരുമ്പ് യുഗം. ഇതെല്ലാം ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ശിലായുഗം നോക്കാം. മാനവചരിത്രത്തിൻ്റെ എന്ന് വെച്ചാൽ മനുഷ്യചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെ നമ്മൾ ശിലായുഗം എന്നാണ് വിളിച്ചത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ എന്താണ്, ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. അതിനാൽ ചരിത്രകാരർ ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന് വിശേഷിപ്പിച്ചു. കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട് എന്ത് ചെയ്തു, തരംതിരിക്കുന്നു. അപ്പോൾ എന്താണ്, ആദ്യകാലങ്ങളിൽ മനുഷ്യർ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നത് പ്രധാനമായിട്ടും കല്ലുകൊണ്ടാണ്. അതിനാൽ ചരിത്രകാരർ ആദ്യ കാലഘട്ടത്തെ എന്താണ്, ശിലായുഗം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ ശിലായുഗത്തെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. എന്തടിസ്ഥാനപ്പെടുത്തിയ, ഇങ്ങനെ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനപ്പെടുത്തി ശിലായുഗത്തെ എങ്ങനെയാണ് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്രാചീന ശിലായുഗം എന്താണെന്ന് നോക്കാം. പ്രാചീന ശിലായുഗം എന്താണ്? പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. എന്താണ്? പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ്. പരുക്കനായ കല്ലുകളൊക്കെയാണ് എന്ത്, ഈ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പാലിയോസ് എന്ന് വെച്ചാൽ പ്രാചീനം, ലിത്തോസ് എന്ന് വെച്ചാൽ ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. പാലിയോലിത്തിക് ഏജ് എന്നല്ലേ നമ്മൾ പ്രാചീന ശിലായുഗത്തിനെ പറയുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതയും. പാലിയോസ് എന്ന് പറഞ്ഞാൽ പ്രാചീനം, ലിത്തോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശില. അപ്പം ഈ പാലിയോസും ലിത്തോസും എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. അത്രയും ഭാഗത്ത് യാതൊരു ഡൗട്ടും ഇല്ല എന്ന് കരുതുന്നു. ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുടെ ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുടെ, അവർക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് എന്ത്, അവരുടെ ഉപകരണങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എന്താണ്, സ്വാഭാവികമായും നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കിയല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. ഈ കാലഘട്ടത്തിൽ പണ്ട് കാലത്തും അതുതന്നെയാണ്. അവൻ്റെ ആവശ്യം എന്താണ്, ആദിമ മനുഷ്യൻ എന്താണോ ആവശ്യം, അതിനനുസരിച്ചാണ് അവൻ ഓരോ ഉപകരണങ്ങളും പരുവപ്പെടുത്തിയെടുത്തതും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, 3 ഘട്ടങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നതെന്ന് പറയുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് പ്രയോജനപ്പെടുത്തൽ എന്ന് വെച്ചാൽ എന്താണ്, ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ. അവന് എന്താണ്, ഒരു കല്ലിൻ്റെ ആവശ്യം വരുമ്പോൾ എന്താണ്, കിടക്കുന്നൊരു കല്ല് പറക്കി എടുക്കുന്നു, അത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു മൃഗത്തിനെ ഒന്ന് എറിഞ്ഞിടാനാണ്, എന്തെങ്കിലും ഒന്ന് എറിയാനാണെങ്കിൽ അവൻ ആ കല്ലെടുത്ത് ഉപയോഗിക്കുന്നു. അതിന് യാതൊരു വിധമായ പരുവപ്പെടുത്തലുകളും നടത്താതെ ആ കിട്ടുന്ന സാധനത്തെ എടുത്ത് ഉപയോഗിക്കുന്നു.
അപ്പോൾ പ്രയോജനപ്പെടുത്തലെന്ന് പറഞ്ഞാൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റമൊന്നും വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു. രണ്ടാമത് രൂപമാറ്റം വരുത്തലാണ്. അത് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് എന്താണ്? ക്രമവൽക്കരണം. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. മനുഷ്യൻ്റെ എന്താണ് ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിനെ ഒന്ന് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്കിതിനെ കണ്ടുകൂടെ? ഈ 3 കാര്യങ്ങളും ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഉപയോഗത്തിൽ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് പ്രയോജനപ്പെടുത്തലാണ്. അത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റമൊന്നും വരുത്താതെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താണ്? രൂപമാറ്റം വരുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് എന്താണ്? ഓരോ ആവശ്യത്തിനും പ്രത്യേകതര ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് പോയി. പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഒന്ന് നോക്കിക്കേ, ഉരുളൻ കല്ലുപകരണങ്ങളാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. ദ്വിമുഖ മാതൃശില ഉപകരണങ്ങളാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? കൽച്ചീൾ ഉപകരണങ്ങളാണ് മൂന്നാമത്തെ ചിത്രത്തിൽ. ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ മാതൃശില അല്ലെങ്കിൽ കൽച്ചീൾ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, കൽച്ചീൾ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ എന്താണ്? വെട്ടിമുറിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുപകരണങ്ങളുണ്ട്. ബ്ലേഡൊക്കെ ഇല്ലേ, ബ്ലേഡുകൾ ആ സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് മാതൃശിലകളും കൽച്ചീളുകളും എന്ന് നമുക്ക് നോക്കാം. ഒരു കഷ്ണം കല്ലിനെ 2ഓ അതിലധികമോ കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് മാതൃശില അഥവാ കോർ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകളെന്നും പറയുന്നുണ്ട്. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങളെന്നും കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ എന്താണ്? കൽച്ചീൾ ഉപകരണങ്ങളെന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ് മാതൃശിലകളും കൽച്ചീളുകളും, എന്താണ് മാതൃശില ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് കൽച്ചീൾ ഉപകരണങ്ങളെന്ന് മനസ്സിലായില്ലേ? പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ചിത്രങ്ങളാണ് ഈ ചുവടെ കാണുന്നത് കേട്ടോ. എന്താണ്? പ്രാചീന ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ കല്ലുകൾ കൊണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ആ കല്ലുകളെ അതേ രീതിയിൽ ഉപയോഗിച്ചു, വേണ്ട രീതിയിൽ പരുവപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ തരം ഉപകരണങ്ങളാക്കി അവ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ മാതൃശില ഉപകരണങ്ങളും കൽച്ചീൾ ഉപകരണങ്ങളും ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാചീന ശിലായുഗത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കിന് എന്താണ്? അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യൻ എന്ത് ചെയ്തു? ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രാചീന മനുഷ്യൻ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. എന്താണ്? നമുക്കെപ്പോഴും ഈ പഴയ കാലത്തെ അറിവുകൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവരവശേഷിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ അവശേഷിപ്പുകളിൽ നിന്നാണ് നമുക്ക് ഓരോ അറിവും കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതി, ഈ സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഈ പ്രാചീന മനുഷ്യൻ അവൻ്റെ ഗുഹകളിലൊക്കെ എന്താണ്? ഗുഹാചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അത് സൂര്യപ്രകാശം ഒന്നും കടക്കാത്ത ഗുഹയുടെ ഉൾഭാഗത്തായിട്ട് ചെടികളും മരത്തിൻ്റെ തോലും കായ്കളും ഒക്കെ അരച്ച് ചെങ്കൽപ്പൊടിയോടൊക്കെ ഒപ്പം ചേർത്ത് പല വർണ്ണങ്ങളൊക്കെ ആക്കി മാറ്റി അതൊക്കെ ഉപയോഗിച്ച് പിന്നെ ഈ കൂർത്ത കല്ലുകൾ കൊണ്ടും കൂർത്ത മുനയുള്ള രീതിയിൽ അവർ നിർമ്മിച്ചെടുത്ത അത്തരം കല്ലുകൾ കൊണ്ടുമൊക്കെ എന്താണ് ചിത്രങ്ങൾ കോറിയിടാനും വരയ്ക്കാനും അവയിൽ നിറം ചേർക്കാനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ പലതും നമുക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രാചീന ശിലായുഗ കാലത്തെ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളും അവരുടെ കലകളും ഒക്കെ നോക്കിയിട്ട് എന്താണ് അന്നത്തെ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ
ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കുക, പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ പരുക്കൻ കല്ലുപകരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. അതും ശരിയാണ്. വേട്ടയാടൽ, ശേഖരണം എന്നിവ ആയിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകൾ, അത് പറ്റങ്ങൾ എന്ന് പറയും, ആയിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. എന്താണ് ബാൻഡുകൾ? 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബാൻഡുകൾ എന്ന് മനസ്സിലായില്ലേ? എന്താണ്? 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ബാൻഡുകൾ. അവരെ എന്താണ്? രക്തബന്ധമാണ് തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത് അവിടെ. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ചു വച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അവർ പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് അവർ താമസിച്ചിരുന്നത്. വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗം. പുരുഷന്മാർ വേട്ടയാടുമ്പോൾ സ്ത്രീകൾ ശേഖരണത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. ബാൻഡുകൾ ആയിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താ? ഫാമിലി അഥവാ കുടുംബമാണെന്ന് പറയില്ലേ? അതുപോലെ ബാൻഡുകളായിരുന്നു ആ കാലത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. ബാൻഡുകളെന്ന് പറഞ്ഞാൽ 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങൾ. അവർ രക്തബന്ധം കൊണ്ടാണ് എന്ത്? ആ ബാൻഡിലെ അംഗങ്ങൾ പരസ്പരം അങ്ങനെ യോജിച്ച് നിൽക്കുന്നത്. ഭക്ഷണം അവരെന്ത് ചെയ്തിട്ടില്ല? സംഭരിച്ചു വെക്കുന്ന ശീലം അവർക്കില്ല. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് അവർ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നേരെ മധ്യശിലായുഗത്തിലേക്ക് വരാം. മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ നോക്കിയാൽ, പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഗം. എന്താണ്? പ്രാചീന ശിലായുഗം എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി നവീന ശിലായുഗം എന്താണെന്ന് പഠിക്കും. ആ പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ആ ഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മധ്യശിലായുഗം എന്ന് പറയുന്നത്. മെസോസ് എന്ന് വെച്ചാൽ എന്താ? മദ്യം. ലിത്തോസ് എന്ന് വെച്ചാൽ എന്താ? ശില. എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉണ്ടായത്. മധ്യശിലായുഗം എന്നാൽ മെസോലിത്തിക് ഏജ് എന്നല്ലേ? അതിൽ മെസോസ് എന്നാൽ മദ്യമെന്നും ലിത്തോസ് എന്നാൽ ശില. അങ്ങനെ ഈ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുക്കുന്നത്. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൽ മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണിവ അല്ലേ? പ്രാചീന ശിലായുഗത്തിൽ എന്താണ്? കുറച്ചും കൂടി വലിപ്പമുള്ള ഉപകരണങ്ങളായിരുന്നു. ഇവിടെ മധ്യശിലായുഗത്തിലേക്ക് വരുമ്പോൾ പ്രാചീന ശിലായുഗത്തേക്കാൾ കുറച്ചുകൂടി ചെറിയ ഉപകരണങ്ങളാണ്. കുറച്ചും കൂടെ എന്താണ്? കയ്യിൽ ഒതുങ്ങുന്നവയാണെന്ന് തോന്നുന്നില്ലേ ഇതൊക്കെ? കയ്യിൽ ഒതുങ്ങുന്നവയാണെങ്കിലും ആണ്, പ്ലസ് എന്താണ്? കുറച്ചും കൂടി എന്താണ്? ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഉപകരണങ്ങൾ പ്രാചീന ശിലായുഗത്തേക്കാൾ എന്താണ്? മധ്യശിലായുഗത്തിലെയാണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതുപോലെ മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങളുടെ കാലമാണിത്. എന്ത്? മൈക്രോലിത്തുകൾ എന്ന് വിളിക്കുന്ന സൂക്ഷ്മശിലകൾ ഉപയോഗിച്ചിട്ടുള്ള കല്ലുപകരണങ്ങളാണ് ഈ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്? മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണിത്. ഇന്ത്യയിൽ പ്രധാനമായും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇങ്ങനെ ശിലകളൊക്കെ ഉപയോഗിച്ചുള്ള വികാസം കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ്. മധ്യപ്രദേശിലെ ഭീംബേട്ക, ലഗ്ജാവോർ, കഥോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നവയാണ്. ആ കലാസൃഷ്ടികളാണ്. ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്താണ് മധ്യശിലായുഗത്തിലെ മനുഷ്യൻ്റെ ജീവിത രീതികൾ എന്തൊക്കെയാണ്. മധ്യശിലായുഗത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാം. ഇവിടെ മൃഗങ്ങൾ എന്താണ് അവരുടെ ഒരു പൊതു രീതികളൊക്കെ നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്നൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കില്ല. ഈ ചിത്രങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ
ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ എന്താണെന്ന് പറയും. മധ്യശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റിയിട്ട് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലാ ആയുധങ്ങളുടെ ഉപയോഗമുണ്ടായിരുന്നു. മൈക്രോലിത്തുകൾ എന്നറിയപ്പെടുന്ന അഥവാ സൂക്ഷ്മശിലാ ആയുധങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നു. വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവനമാർഗമാക്കി. മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിൻ്റെ സൂചനകൾ കാണാൻ കഴിയും. വിനോദങ്ങളുണ്ടായിരുന്നു. ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനവും ഉണ്ടായിരുന്നു. നമ്മളെന്താണ് പ്രാചീന ശിലായുഗത്തിൽ നിന്നും മധ്യശിലായുഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മധ്യശിലായുഗത്തിൽ മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. വേട്ടയാടലും ശേഖരണത്തിനും ഒക്കെ പുറമെ മീൻപിടുത്തം അവരെന്താക്കി, ഉപജീവന മാർഗമാക്കി. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലാ ആയുധങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നു എപ്പോൾ? മധ്യശിലായുഗത്തിൽ. പിന്നെ വിനോദങ്ങളിൽ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലിംഗാടിസ്ഥാനത്തിലുള്ള ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള തൊഴിൽ വിഭജനവും മധ്യശിലായുഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സ്റ്റാർക്കാർ, ഇംഗ്ലണ്ടിലെ മധ്യശിലായുഗ കേന്ദ്രമായിട്ടുള്ള സ്റ്റാർക്കാർ എന്താണെന്നത് എടുത്തു പറയുന്നുണ്ട്. യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രം വടക്കുകിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിൻ്റെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണിത്. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത. ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നും കരുതപ്പെടുന്നുണ്ട്. നമ്മൾ നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത്, നവീന ശിലായുഗം. നിയോസ് എന്നാൽ നവീനം, ലിത്തോസ് എന്നാൽ ശില. ഈ രണ്ട് പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഇത് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥമുണ്ട്. അത് ഗോൾഡൻ ചൈൽഡ് എന്ന് പറയുന്ന ആൾ എഴുതിയതാണ്. അദ്ദേഹം ആ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നവീന ശിലായുഗത്തിലെ കുറേ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും അവനിഷ്ടമുള്ളത് നല്ലതേതെന്ന് മനസ്സിലാക്കി അവനത് കൃഷി ചെയ്യാൻ തുടങ്ങിയതും അതിനെ പരിപാലിക്കാൻ തുടങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നവീന ശിലായുഗത്തിലെ കാര്യങ്ങളെ ഒന്ന് നമുക്ക് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് സഹായിക്കുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്തത് കൊണ്ടാണ് അത് എടുത്തു പറയാൻ നിൽക്കാത്തത്. നവീന ശിലായുഗത്തിൽ കൃഷി ആരംഭിക്കാൻ തുടങ്ങിയ ഒരു സമയമാണ് നവീന ശിലായുഗം. ഇവിടെ ഈ കാണുന്ന മാപ്പിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഒരു പ്രദേശം നമുക്ക് കാണാം. ഈ രേഖപ്പെടുത്തിയ പ്രദേശമാണ് ലഭ്യമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൃഷിയുടെ ആരംഭമെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല, ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് ഗവേഷകരൊക്കെ പറയുന്നത്. ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് പറയുന്നത്. മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യനെ കുറേ ഘടകങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ നവീന ശിലായുഗത്തിൽ. ഒന്നാലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടായിരിക്കാം മനുഷ്യൻ കൃഷി തുടങ്ങിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അവൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത്? അതൊക്കെ നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകളാണെന്നറിയാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജനസംഖ്യാ വർധനവ് ഒരു കാരണമായിരിക്കാം. കാരണം കിട്ടുന്നത് എന്തോ അതിനെ വേട്ടയാടി കഴിച്ച്, അല്ലെങ്കിൽ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ശേഖരിച്ച് അത് കഴിച്ച് അങ്ങനെ പോകുമ്പോൾ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് അത് പ്രാക്ടിക്കൽ അല്ലാതെ വരില്ലേ? എല്ലാവർക്കും ലഭ്യമാവേണ്ടേ വസ്തുക്കളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് കൃഷി ചെയ്യണം എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടാവാം. പിന്നെ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, പോപ്പുലേഷൻ കൂടി, അതുകൊണ്ട് തന്നെ മനുഷ്യൻ താമസിക്കുന്ന അവൻ്റെ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട്. സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. പ്രാചീന ശിലായുഗത്തിൽ നിന്നും മധ്യശിലായുഗത്തിലേക്ക് വന്നപ്പോൾ ഉപകരണങ്ങളിൽ തന്നെ വന്ന മാറ്റം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കാലങ്ങൾ മാറിക്കൊണ്ടിരുന്നപ്പം സാങ്കേതിക വിദ്യകളിലും മാറ്റം വരാൻ തുടങ്ങി.
പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി, അധിവാസ കേന്ദ്രങ്ങൾ കൂടാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ഭക്ഷണം കൃത്യമായി എല്ലാവർക്കും ലഭ്യമാകാത്ത അവസ്ഥയായി. അങ്ങനെ മനുഷ്യൻ എന്താണ്, കൃഷി ചെയ്യാൻ തുടങ്ങി, മൃഗങ്ങളെ ഇണക്കി വളർത്താനൊക്കെ തുടങ്ങിയത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണ്, മിനുസപ്പെടുത്തിയ, അവൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ ചിത്രങ്ങളിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഇത്തരം ഉപകരണങ്ങളൊക്കെ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകമായി. മരം മുറിക്കാനും മണ്ണുഴുതുമറിക്കാനും ഈ ഉപകരണങ്ങൾ അവനെ സഹായിച്ചു. ഇത് മനുഷ്യജീവിതത്തിൽ എന്താണ്, വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത എന്ത് ചെയ്തു, ഉറപ്പാക്കി. തൽഫലമായിട്ട് സ്ഥിരവാസവും, നേരത്തെ അവനെന്താണ്, ഒരു പ്രദേശത്തുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് മൃഗങ്ങളെ വേട്ടയാടി അവിടെ കഴിഞ്ഞ് പിന്നീട് എന്താണ്, അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ അലഞ്ഞു നടക്കുകയായിരുന്നു, ഓരോ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ അംഗങ്ങൾ കൂടി കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്യുന്ന സ്ഥലത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവിടുന്ന് വിഭവങ്ങൾ കിട്ടുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും അവൻ അവിടെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എന്താണ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്ഥിരവാസത്തിലേക്കും അത് പിന്നീട് കാർഷിക ഗ്രാമങ്ങളൊക്കെ വളർന്നു വരുന്നതിലേക്കും കാരണമായി. പോകെ മൺപാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികയുടെയൊക്കെ ഉപയോഗവും ഉണ്ടായി. അതുപോലെ ധാന്യങ്ങളൊക്കെ സംഭരിക്കാൻ തുടങ്ങി. കാർഷിക രംഗത്ത് എന്താണ്, മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിൽ ഒരു വിഭാഗം കാർഷിക പ്രവൃത്തിയിൽ നിന്നും എന്താണ്, സ്വതന്ത്രരായി. അവർ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് മാറി. ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അത് ഇന്ന് കാണുന്ന മനുഷ്യ മുന്നേറ്റത്തിൻ്റെ എല്ലാം കാരണമായിട്ട് ഇത് മാറി. അപ്പം എന്താണ്, ഇങ്ങനെ ഈ നവീന ശിലായുഗ കാലത്തെ നമ്മൾ ഗോൾഡൻ ചൈൽഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം വിശേഷിപ്പിച്ചത് നവീന ശിലായുഗ വിപ്ലവം എന്നാണ്. ശരിക്കും ഇതൊരു വിപ്ലവം തന്നെയാണ്. ആലോചിച്ച് നോക്കിയാൽ കൃഷി വന്നു, സ്ഥിരതാമസമായി, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് അധികത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാരെന്താണ്, മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ സമൂഹത്തിൽ പല തൊഴിലുകൾ വരാൻ തുടങ്ങി, കാർഷിക ഗ്രാമങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും ഇന്ന് കാണുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതിൻ്റെ ശരിക്കുമുള്ള ഒരു മിനിയേച്ചർ ഫോമിലേക്ക് വന്നത് എപ്പോഴാണ്, നവീന ശിലായുഗ കാലത്താണെന്ന് നമുക്ക് പറയാൻ കഴിയും. ലോഹയുഗം അഥവാ മെറ്റൽ ഏജിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് മെഹർഗഡ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ്. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ടുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ്. ഇപ്പോൾ ഇത് പാകിസ്ഥാനിലാണ്. അതുപോലെ എന്താണ്, ഈ പ്രദേശത്തെ എന്താണ്, ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്. അതൊന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വെക്കുക. മെഹർഗഡ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നവീന ശിലായുഗത്തിന് തുടക്കം കുറിച്ച കേന്ദ്രം എന്നാണ് പറയുന്നത്. ഇപ്പം അത് പാകിസ്ഥാനിലാണ്. ലോഹയുഗത്തിലേക്ക് വരാം, മെറ്റൽ ഏജ്. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യരെന്താണ്, ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായിട്ടും പ്രകടമാകുന്ന കാലമാണേത്, ലോഹയുഗം. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു, ചെമ്പായിരുന്നു. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്, ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം. പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യൻ കൈവരിച്ചു. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽ ഹൊയൂക്ക്, അത് തുർക്കിയിലാണ്, ചയോനു, അത് വടക്കൻ സിറിയ, അലിഘോഷ്, അത് ഇറാനിലാണ്, എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. BC 7000 ഇതിൻ്റെ കാലമായിട്ട് കണക്കാക്കുന്നത്. താമ്രശിലായുഗം. ശിലായുഗത്തെക്കുറിച്ച് എന്താണ്, നമ്മൾ ശിലായുഗത്തെ പറ്റി കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താമ്രശിലായുഗം എന്താണെന്ന് നോക്കിയാൽ, ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യൻ ശിലാ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു.
ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലഘട്ടത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം പറഞ്ഞു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ലോഹയുഗത്തിലേക്ക് വന്നപ്പം ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം എന്ന് പറഞ്ഞു. ഈ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെമ്പ് ഉപയോഗിച്ചിരുന്ന സമയത്തും മനുഷ്യൻ എന്താണ് ശിലായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ശിലകൾ കൊണ്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും താമ്രശിലായുഗത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങൾ എന്താണ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വെങ്കലയുഗത്തിലേക്ക് വരികയാണെങ്കിൽ BCE 6000-നും 3000-നും ഇടയിൽ ഇത് എന്താണ് ഗോൾഡൻ ചൈൽഡിൻ്റെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു പറയുന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെങ്കലയുഗത്തെ പറ്റിയിട്ട് എന്താണ് BCE 6000-നും 3000-നും ഇടയിൽ മനുഷ്യൻ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി. ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി. തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു. കാർഷികേതര ഉൽപ്പാദനങ്ങൾ ശക്തമാകുകയും മനുഷ്യൻ അതിലൂടെ നാഗരിക ജീവിതത്തിൽ എന്താണ് സ്വയം സജ്ജമാകുകയും ചെയ്തു എന്നാണ് ഗോൾഡൻ ചൈൽഡ് മാൻ മേക്സ് ഹിംസെൽഫിൽ പറയുന്നതാണ്. വെങ്കലയുഗത്തെപ്പറ്റി നമുക്ക് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. എന്തുകൊണ്ടാണ് ഈ ചെറിയ ബോക്സുകൾ വരെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് അത് കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് കൃത്യമായിട്ട് പതിയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മറക്കില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെക്കുറിച്ചുള്ള വിവരണം നമ്മളിപ്പോൾ വായിച്ചു. ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളിലായ വിവിധതരം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത. എന്താണ് നാഗരികത? ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായിട്ടുള്ള വിവിധതരം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിലൊക്കെ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത. വിശാലമായ വീഥികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദവും നഗരജീവിതത്തിൻ്റെ സവിശേഷതകളാണ്. വെങ്കലം എന്താണെന്ന് നമുക്ക് നോക്കാം. വെങ്കലം അഥവാ ഓട് അല്ലെങ്കിൽ ബ്രോൺസ് എന്താണ്? ചെമ്പും വെളുത്തീയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം. ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് ഇത് വെങ്കലം എന്ന് പറയുന്നത്. വെങ്കലയുഗത്തിൽ എന്താണ് ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പ, മോഹൻജൊദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായിട്ട് നിർമ്മിച്ച പൊതുകെട്ടിടങ്ങൾ, വലിയ കുളം, വീടുകൾ, തെരുവു വീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധതരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും എന്താണ് ഇവിടെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യാ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യാ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സംസ്കാരത്തെയാണ്. വെങ്കലയുഗത്തിൽ എന്താണ് ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പ, മൊഹൻജൊദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായിട്ട് നിർമ്മിച്ച എന്താണ് പൊതുകെട്ടിടങ്ങളുണ്ട്, വലിയ കുളങ്ങളുണ്ട്, വീടുകൾ, തെരുവ് വീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ ഇതൊക്കെ നമുക്ക് കാണാം. അതുപോലെ വിവിധതരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യാ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി വേദകാലം എന്താണ്? വേദിക് ഏജ് എന്താണെന്ന് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യ ഏഷ്യയാണെന്ന് കരുതപ്പെടുന്നു.
വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഈ കാലത്തെ എന്താണ്? വേദകാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. BC 1500-നും 600-നും ഇടയിലാണ് വേദകാലഘട്ടം. അപ്പോൾ എന്താണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. എന്താണ് സപ്തസിന്ധു പ്രദേശം? സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്തസിന്ധു പ്രദേശം. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം ഏതാണ്? മധ്യേഷ്യയാണ് എന്നാണ് കരുതപ്പെടുന്നത്. വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്തെ എന്താണ്? വേദകാലം എന്നാണ് വിളിക്കുന്നത്. BC 1500-നും 600-നും ഇടയിലാണ് വേദകാലം. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ എന്നിവയാണ് എന്താണ്? ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ. അത് വെറുതെ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേദകാലം. ആദ്യകാലം എന്താണ്? വേദകാലം എന്ന് പറയുന്നത് ഋഗ്വേദം രചിച്ച കാലമാണ്. ആദ്യത്തെ വേദമാണ് ഋഗ്വേദമാണ്. അപ്പോൾ ആദ്യകാല വേദകാലം എന്ന് പറയുന്നത് ഋഗ്വേദം രചിച്ച കാലമാണ്. പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് യജുർവേദം, സാമവേദം, അഥർവവേദം ഈ വേദങ്ങളൊക്കെ രചിച്ച കാലമാണ് പിൽക്കാല വേദകാലം എന്ന് പറയുന്നത്. നമ്മളിവിടെ ആദ്യകാല വേദകാലത്തെയും പിൽക്കാല വേദകാലത്തിലെയും മനുഷ്യജീവിതത്തെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആദ്യകാല വേദകാലം എന്താണ്? സപ്തസിന്ധു പ്രദേശത്തു മാത്രമാണ് വ്യാപിച്ചിട്ടുള്ളത്. പിൽക്കാല വേദകാലം അത് ഗംഗാ സമതലം വരെ വ്യാപിച്ചു. ഇടയ സമ്പദ് വ്യവസ്ഥയാണ് അവിടെ. പിൽക്കാലത്ത് എന്താണ്? കൃഷിക്ക് പ്രാധാന്യം നൽകി. അർദ്ധനാടോടികളായിരുന്നു ആദ്യകാല വേദകാലത്ത്. പക്ഷേ പിൽക്കാല വേദകാലത്ത് എന്താണ്? സ്ഥിരവാസമായിരുന്നു. സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമായിരുന്നു ആദ്യകാല വേദകാലത്ത്. എന്നാൽ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തിരുന്നു. പിൽക്കാല വേദകാലത്ത് ഇരുമ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു എന്ത്? സമൂഹം എന്ന് പറയുന്നത് ആദ്യകാല വേദകാലത്ത്. പിൽക്കാലത്തേക്ക് വന്നപ്പോൾ എന്താണ്? വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു. യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു ആദ്യകാലത്തൊക്കെ. പക്ഷേ പിൽക്കാല വേദകാലത്ത് യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായിട്ട് മാറി. യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായിട്ട് മാറുകയും ചെയ്തു. പ്രകൃതി ശക്തികളെ എന്ത് ചെയ്തു? ആരാധിച്ചിരുന്നു ആദ്യകാലത്ത്. പിൽക്കാലത്ത് എന്താണ്? പ്രത്യേക ആരാധനാ മൂർത്തികൾ രൂപപ്പെട്ടു. വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കവും ഉണ്ടായപ്പോൾ പിൽക്കാല വേദകാലത്ത്. ആദ്യകാല വേദകാലം എന്ന് പറയുന്നത് ഋഗ്വേദം രചിച്ച കാലമാണ്. ആദ്യ വേദമാണ് ഋഗ്വേദം. പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് യജുർവേദം, സാമവേദം, അഥർവവേദം ഇവയൊക്കെയുടെ കാലമാണ് പിൽക്കാല വേദകാലം. അവിടെ നിന്നും ആ സമൂഹത്തിനുണ്ടായ വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമല്ലേ? കുറച്ചും കൂടി ലളിതമായിരുന്നു ആദ്യകാല വേദകാലത്തെ ജീവിതം. അവിടെ മനുഷ്യൻ സപ്തസിന്ധു പ്രദേശം മാത്രമായിരുന്നു. ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. അവർ അർദ്ധനാടോടികളായിരുന്നു. സ്ഥിരതാമസമാണോ എന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, എന്നാൽ അവർ അർദ്ധനാടോടികളായിരുന്നു. സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടുമൊക്കെ കൃഷി ചെയ്തു. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു അന്നത്തെ സമൂഹം. യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു. പ്രകൃതി ശക്തികളെയൊക്കെയാണ് ആരാധിച്ചിരുന്നത്. പിൽക്കാല വേദകാലത്തിലേക്ക് വന്ന എന്താണ്? ഗംഗാ സമതലം വരെ അത് വ്യാപിച്ചു. കൃഷിക്ക് പ്രാധാന്യം നൽകി. സ്ഥിരവാസ ജീവിതമായിട്ട് മാറി. സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് എന്താണ്? വേദകാലത്തിൽ നിന്ന് നോക്കുമ്പോൾ മങ്ങലേറ്റിട്ടുണ്ട് പിൽക്കാല വേദകാലത്ത്. ആദ്യകാല വേദകാലത്ത് നിന്ന് നോക്കുമ്പോൾ പിൽക്കാല വേദകാലത്തിൽ സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു. ഇരുമ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു. വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടാൻ തുടങ്ങി. യാഗങ്ങളൊക്കെ സങ്കീർണവും ചെലവേറിയതുമായിട്ട് മാറി. യാഗങ്ങളൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായിട്ട് എന്ത് ചെയ്തു? മാറി. പ്രത്യേക ആരാധനാ മൂർത്തികൾ രൂപപ്പെട്ടു. വിവിധ കരകൗശല വിദ്യകൾക്കൊക്കെ തുടക്കം കുറിച്ചതും പിൽക്കാല വേദകാലത്താണ്. വേദസാഹിത്യം വർണ്ണവ്യവസ്ഥ എന്താണെന്ന് നോക്കാം. വേദസാഹിത്യം. വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇവയിൽ ഋഗ്വേദമാണ് ആദ്യ വേദം.
ഈ 4 വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായിട്ട് എന്താണ് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിൻ്റെ ഭാഗമാണ്. വേദകാലത്തെക്കുറിച്ചുള്ള പ്രധാന സ്രോതസ്സം തന്നെ എന്താണ്? ഈ വേദങ്ങളാണ്. വേദങ്ങളും വേദസാഹിത്യങ്ങളുമാണ്. വർണ്ണവ്യവസ്ഥ എല്ലാവർക്കും അറിയാം. വർണ്ണങ്ങൾ 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ എന്താണ്? ബ്രാഹ്മണർ. രാജ്യഭരണവും സംരക്ഷണവും നടത്തിയവർ ക്ഷത്രിയർ. കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവർ വൈശ്യരും. ഈ 3 വിഭാഗങ്ങൾക്കും ദാസ്യവൃത്തി ചെയ്തിരുന്നവരാരാണ്? ശൂദ്രരുമായിരുന്നു. അങ്ങനെയാണ് ചാതുർവർണ്ണ്യം അഥവാ 4 വർണ്ണങ്ങളുള്ള വർണ്ണവ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. പക്ഷേ എന്താണ്, ബേസിക് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠഭാഗമാണിത്.